ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ എല്ലാമായിരുന്ന വ്യക്തി. 150-ലധികം സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ കലാകാരൻ. കസ്തൂരി മാൻമിഴി മലർശരമേതു അടക്കം നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവ് പാപ്പനംകോട് ലക്ഷ്മണൻ. അദ്ദേഹം ഓർമ്മയായിട്ട് 28 വർഷങ്ങൾ പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഇന്ന് സിനിമാ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്ത് കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. പാപ്പനംകോട് ലക്ഷ്മണൻ്റെ മകൻ ഗോപികൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു പ്രമുഖരായ സിനിമാക്കാരെല്ലാം. എന്നാൽ ഇന്ന് സിനിമാ മേഖലയുമായി അങ്ങേക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ? ഇപ്പോൾ ഒരു ബന്ധമില്ല. ഞാൻ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുക. തിയേറ്ററിലുള്ള സെക്യൂരിറ്റി ആയിട്ട്. ആർ ഡി സിനിമാസ് എന്നാ പേര്. ഉണ്ടക്കയത്ത് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ജോലി ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ബന്ധം. 150-ലധികം സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ ഒരുക്കിയ ആളാണ് അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകൾ പെട്ടെന്ന് ചോദിച്ചാൽ ഓർമ്മ വരുന്ന ഏതൊക്കെയാണ്? അച്ഛൻ ആദ്യം എഴുതിയ പടം വന്ന് പിക് പോക്കറ്റ്. അതിൻ്റെ പുറകെ കായംകുളം കൊച്ചുണ്ണിയുടെ മോൻ, മുറ്റത്തെ മുല്ല, മിനിമോള്, അങ്ങനെ തുടരെ പടങ്ങൾ എഴുതി. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് തീനാളങ്ങൾ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട പടമെന്ന് പറഞ്ഞാൽ ആരംഭം, ഇതിഹാസം, മൂർഖൻ, അതുപോലെ വന്ന് മനുഷ്യമൃഗം, ചന്ദ്രഹാസം, പിന്നെ ശക്തി, ഇത്തിക്കര പക്കി. അവസാനം എഴുതിയത് ഹൈജാക്ക്, കടലോരക്കാറ്റ്. അതൊക്കെ അച്ഛൻ അവസാനം എഴുതിയ പടങ്ങൾ. ജയന് 10-25 പടത്തിൻ്റെ മുകളിൽ ജയൻ എഴുതിയിട്ടുണ്ട്. 70 പടത്തിന് നസീർ സാറിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വന്ന് സോമൻ, സുകുമാരൻ, ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടിക്ക് ശംഖുനാഥം, മോഹൻലാലിന് 7 മുതൽ 9 വരെ, മുളമുട്ടലിരിമ, കൊലകൊമ്പൻ, ഇതൊക്കെയാണ് മോഹൻലാലിന് എഴുതിയിട്ടുള്ള പടങ്ങൾ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കസ്തൂരി മാൻമിഴി മലർശരമേതു, ആ പാട്ട് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ ഹിറ്റ് പാട്ടുകൾ ഓർമ്മ വരുന്ന ഏതൊക്കെയാണ്? ഇത്തിക്കര പക്കയിൽ പഴനിമലക്കോയിലെ പാൽക്കാവടി, കായംകുളം കൊച്ചുണ്ണിയുടെ മോനിൽ മറ്റേ മൈലാഞ്ചി കാട്ടിൽ, പിന്നെ അതേപോലെ പിക് പോക്കറ്റിൽ മനുഷ്യപുത്രന്മാരെ, പിന്നെ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പല രീതിയിൽ അദ്ദേഹം 200ഓളം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ഒരു സിനിമ നിർമ്മിക്കുകയും ചെയ്തു. ഒരു പടമേ നിർബന്ധിച്ചിട്ടുള്ളൂ. അത് വന്ന് തീനാളങ്ങൾ എന്ന് പറയുന്ന പടമാണ്. സംഗതി സാമ്പത്തികമായൊക്കെ ആ സമയത്ത് വലിയ മെച്ചം തന്നെയായിരുന്നു. ആ പടം നല്ലൊരു ഓടിയ പടമാണ്. അത് മുടക്കിയ പൈസയേക്കാളും ലാഭമൊക്കെ കിട്ടിയതാണ്. പിന്നെ വന്ന് ഞങ്ങൾക്ക് അടി വരാൻ കാരണം വന്ന് ഒരു സമയം കഴിഞ്ഞപ്പം പടമില്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. പിന്നെ വീട് വെച്ചു. വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയി. ആ സമയത്ത് താമസം ചെന്നൈയിലായിരുന്നു. ആദ്യം താമസം ഉണ്ടെന്ന് മാലിന്യപുരം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പ്രേം നസീർ, ഉമർ സാറബിൻ, ശാരദ, മാധവി, പല ആർട്ടിസ്റ്റും അവിടെ അടുത്ത് ഞങ്ങളുടെ അയൽവാസിയായിട്ട് ഉണ്ടായിരുന്നു. ചെന്നൈയിലൊരു പുതിയ വീട് വെച്ച് താമസമൊക്കെ തുടങ്ങിയതാണ്. പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് ആ വീടൊക്കെ വിറ്റിട്ടാണ് ഇടുക്കിയിലേക്ക് പോരുന്നത്. അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോയി. വീടൊക്കെ വിറ്റു. ഉള്ള പ്രോപ്പർട്ടീസ് മൊത്തം വിറ്റിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയത്. അച്ഛൻ മരിച്ചതിന് ശേഷം ആരായിട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ല നമുക്ക്. നമ്മളെ കാര്യം നോക്കി അന്ന് കഴിഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ആരും പുറകെ പോയിട്ട് ഇത് അതൊന്നും ചോദിച്ചിട്ടില്ല ആരുടെ അടുത്ത്. അപ്പം ഇന്ന് ഈ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ എല്ലാവരും കാണും, ഇല്ലെങ്കിൽ ഒറ്റ മനുഷ്യർ കാണത്തില്ല. അതാണ് സത്യാവസ്ഥ. പാപ്പനംകോട് ലക്ഷ്മണൻ്റെ സഹധർമ്മിണി രാജമ്മ അമ്മ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം പോയതിന് ശേഷം ഞങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോന്നു. അന്ന് അവിടെ ആയിരുന്നപ്പം സിനിമയിൽ നല്ല ബന്ധമായിരുന്നു, സിനിമയായിട്ട് നല്ല ബന്ധമായിരുന്നു. അന്ന് സിനിമാക്കാർ പലരും വീട്ടിൽ വരികയും പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ അടുപ്പവും ഒക്കെ കാണിച്ചൊക്കെ ഓരോരുത്തർ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പോയതിന് ശേഷം ഞങ്ങളാരെയും പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ പോകുന്നു. ഇപ്പം മറ്റു ബന്ധങ്ങളൊന്നുമില്ല സിനിമാ മേഖലയുമായി? ഇല്ല, മറ്റു ബന്ധങ്ങളൊന്നുമില്ല സിനിമാ മേഖലയായിട്ട്. പിന്നെ ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ചില ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉർവശിയുടെ വീട്ടുകാരും അവരൊക്കെ ആയിട്ട് എനിക്കന്ന് മഞ്ജൂർ രാധ ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങളത് നാട്ടിൽ വെച്ചേ ഉള്ള ബന്ധമാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അവരും എല്ലാമായിട്ട് ബന്ധപ്പെടാറുണ്ട് ഞങ്ങൾ. അല്ലാതെ മറ്റ് ആരുമായിട്ട് സിനിമയിൽ വന്നതിന് ശേഷം അവിടെ പുള്ളിക്കാരൻ സിനിമ സ്ക്രിപ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻലാലൊക്കെ അന്ന് കയറി വരുന്നതേ ഉള്ളൂ. അവർക്ക് ആ സമയത്തൊക്കെ മോഹൻലാലും പ്രിയദർശനും മണിയും പിള്ളരാജുവും ജഗതി ശ്രീകുമാറും ഒക്കെ. ജഗതി ശ്രീകുമാറിനെ പിന്നെ കലാനിലയത്തിൽ വെച്ച് ഞങ്ങൾക്ക് പരിചയമാണ്. ജഗതി സാറിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അവർ ഈ കൂട്ടത്തിലല്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ മോഹൻലാലും പ്രിയദർശനും മണിയും പിള്ളരാജുവും ഒക്കെ എൻ്റെ ആങ്ങളയായിട്ടൊക്കെ കൂട്ടുകൂടി അവിടെ വരുമായിരുന്നു.
വീട്ടിൽ വരുമായിരുന്നു. സ്ഥിരമായിട്ട് മിക്ക ദിവസവും വരും. വരികയും പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെന്നൈ താമസിക്കുമ്പോൾ. ചെന്നൈയിൽ സിനിമയിൽ പുള്ളിക്കാരൻ സിനിമയിൽ തുടങ്ങി ഏതാണ്ട് 1 വർഷം ആയപ്പോഴത്തേനും ഞങ്ങളെയും കൊണ്ടുപോയി ചെന്നൈ ഞങ്ങൾ സെറ്റിലായി. അവിടെയായിരുന്നു. പിന്നെ ഏതാണ്ട് 20 വർഷക്കാലത്തോളം താമസിച്ചത് ജീവിച്ചത് പിന്നെ ചെന്നൈയിലാണ്. അതെ അതെ, 10-20 വർഷം അവിടെയായിരുന്നു. പുള്ളി പോയതിന് ശേഷം ഞങ്ങളിങ്ങ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും ടി വിയിലൊക്കെ കേൾക്കാറുണ്ടോ? എന്താണ് തോന്നുന്നത് അപ്പോൾ? പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. കേൾക്കുമ്പം സന്തോഷവും സങ്കടമൊക്കെ തോന്നാറുണ്ട്. അമ്മയ്ക്ക് അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ സിനിമാ പാട്ടല്ലാതെ അദ്ദേഹം നാടകത്തിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ആ പാട്ടൊക്കെ ട്യൂൺ ചെയ്ത്. നീലാഞ്ജനത്തിൽ ശശിലേഖ പൊങ്ങി എന്നൊക്കെ പറഞ്ഞൊരു നീലാംബരത്തിൽ ശശിലേഖ പൊങ്ങി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് ഒരു നാടകത്തിലുണ്ടായിരുന്നു. അതിന് സ്വാമിയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ആ പാട്ടൊക്കെ നല്ല പാട്ടുകളായിരുന്നു. അത്രയൊന്നും സിനിമയിലൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്താണ്. അതെ. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അറിയാമോ ഇങ്ങനെ ഒരു പ്രഗത്ഭനായ വ്യക്തിയുടെ കുടുംബമാണ്, ഭാര്യയാണ്, മക്കളാണെന്നൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാം? മിക്കവാറും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും വളരെ സ്നേഹവും നല്ല സഹകരണവും ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും ഞങ്ങളോട് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? പഴയ സിനിമയാണ് എനിക്കിഷ്ടം ഇപ്പോഴും. പുതിയ സിനിമയെക്കാളും ഞാൻ കാണാറുണ്ട് സിനിമ. പഴയ സിനിമയൊക്കെ ടി വി വരുന്ന സിനിമയൊക്കെ കാണാറുണ്ട്. അല്ലാതെ വെളി സിനിമയ്ക്കൊന്നും പോകാറില്ല. അദ്ദേഹം എഴുതിയ സിനിമകളൊക്കെ കാണാറുണ്ട്. പടം വരുമ്പം കാണും. കൊടുങ്കാറ്റ് പടമൊക്കെ ചിലപ്പോഴൊക്കെ ഇടുന്ന കാണാം ടി വിയിൽ. അപ്പോൾ കാണാറുണ്ട്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പാപ്പനംകോട് ലക്ഷ്മണൻ എന്ന അതുല്യ പ്രതിഭയെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. ഒരിക്കലും മറക്കാത്ത ഒരുപിടി ഹിറ്റ് സിനിമകളും നല്ല ഗാനങ്ങളും ബാക്കി വെച്ചാണ് അദ്ദേഹം വിട പറഞ്ഞത്. ഇടുക്കി പെരുവന്താനത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.